യുവാവ് വെള്ളയനെ പൂട്ടിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ നാഷണൽ ജനതാദൾ മുതലമട പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ട്രഷറർ MA സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളെ സംരക്ഷിച്ച് നിരപരാധികളെ പൂട്ടുന്നതാണ് പോലീസ് രാജ് എന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പ്രതികൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇന്ന് കേരള പോലീസ് ചെയ്യുന്നതെന്നും ഉദ്ഘാടന വേളയിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, മൈനോറിറ്റി സെൽ സംസ്ഥാന പ്രസിഡന്റ് CM കുഞ്ഞുമൊയ്തു, ജില്ലാ ഭാരവാഹികളായ ഫ്രാൻസിസ്, MM വർഗീസ്, നെന്മാറ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ, മുതലമട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M ഉമ്മർ ഫറൂഖ്, വിനോദ് ചാപ്പക്കാട്, T സാലുദ്ദീൻ, സുരേഷ് പോത്തുണ്ടി, ഷംസുദ്ദീൻ പുതുനഗരം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി, പഞ്ചായത്ത് അംഗം താജുദ്ദീൻ, ആദിവാസി നേതാവ് അയ്യപ്പൻ നീലിപ്പാറ, ഓമന, ശ്രീജ, ഉദയകുമാർ എന്നിവർ പ്രസംഗിച്ചു. പാപ്പത്തിന് കാടും പ്രഭുവായിട്ട് ഇതാ നിൽക്കുന്ന മേസന് 20 കൊല്ലം പരിചയമുണ്ട്. പക്ഷെ ഞങ്ങളെ പറയുന്നതാണ് കൃത്യമായി ഇരിക്കും, അത് ഇരുന്നിരിക്കും. പാപ്പത്ത് ഭയങ്കര പ്രാണാണ്, പ്രഭുവും ഭയങ്കര പ്രാണാണ്. എന്നെ അടച്ചിട്ടു, 5 ദിവസം പൂട്ടിയിട്ടു, കഞ്ഞിയില്ല വെള്ളമില്ലാതെ പൂട്ടിയിട്ടു. കക്കുസി പോകാൻ വഴിയില്ല. ഒരു ദിവസം ഒരു നേരം നമ്മളെ അയക്കുക. മൂത്രമടിക്ക് ഒരു ദിവസം പോകാൻ പറ്റുമോ? ഒരു 4 പ്രാവശ്യം പോകണം. മൂത്രമടിക്കും, ബാത്റൂം പോകണമെങ്കിൽ ഒരിക്കൽ പോകാം, അത് സമ്മതിക്കും. പിന്നെ പിറ്റേ ദിവസം മതി. നമ്മളെ പൂട്ടിട്ട് കാലത്ത് 9 മണിക്ക് അയച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 9 മണിക്കാണ് വരും. ഇത് അടച്ചു വെച്ചത് പ്രഭു, കൂട്ടുന്നത് പാപ്പാത്തി. മനസ്സിലായി? പാപ്പാത്തിയുടെ പ്രാടൊന്നുമല്ല. ഇതൊക്കെ കാരണം വെളിയിൽ പോയി പറയുമ്പോൾ പാലൊഴിക്കാൻ പോയാൽ 4 ദിവസം നേരം വയ്ക്കാൻ വരുള്ളൂ. വീട്ടിൽ വന്നാൽ മിച്ചം പഠിക്കണം, പാത്രം കഴുകും, ചോറ് വയ്ക്കണം. ഞാൻ വെച്ചിട്ടാണ് അവർ കഴിക്കുക. സാധാരണ അവരിങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ പണിക്ക് കുറവാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഈ അമ്മ ചോദിക്കുക, നീ ആരും എന്ത് കാര്യം പറഞ്ഞു? നടക്കുന്ന കാര്യം പറഞ്ഞോ? അവിടെ നടക്കുന്ന കാര്യം പറഞ്ഞോ? പെണ്ണ് നടക്കുന്ന പറഞ്ഞോ? കള്ളു കുടിക്കുന്ന പറഞ്ഞോ? കഞ്ചാവ് കുടിക്കുന്ന പറഞ്ഞോ? ഇതൊക്കെയാണ് ചോദ്യം. കാരണം ഇത് വല്ല ആവശ്യം സാരാ പോലീസുകാർ വേണ്ട ആടെ അത് വന്നിട്ടേ ഒരു വല്ലതും വാങ്ങിട്ട് പോകും. ഇതാ ചോദ്യം. ആ പത്ത് കാര്യം കൂടെ കാണിട്ട് പറയാം. കവിടിച്ചേ പോലീസുകാരെ ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആടെ അത് വല്ലതും വാങ്ങിട്ട് പോകാൻ വേണ്ടി വരുന്നോ? ഇങ്ങനെയുള്ള പോലീസുകാരെ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായ? ഈ മേഖല കണ്ണു പഠിച്ചിട്ട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വന്നു 15 ദിവസം വെള്ളത്തിലിട്ട് കുളിപ്പിച്ച അവരുടെ പ്രഭു ഇയാളുടെ കണ്ണുപൊട്ടി സാക്ഷി വരെയുണ്ട്. 10 ആണ്ട് പ്രഭു എന്നെ ചതിച്ചതാണ്. അന്ന് എനിക്കിതൊന്നും പറയാൻ സാക്ഷിയില്ലായിരുന്നു, എനിക്കത് നിമിതിയില്ല. അന്ന് എനിക്ക് വയ്യ പറയാൻ. ഇപ്പം എനിക്ക് നല്ല സന്ദർഭം പറയാം. പാപ്പ ഭയങ്കര പ്രാടാണ്. ഇവ കഞ്ചാവ് ഈ എപ്പോൾ ഇടയ്ക്ക് 2 കൊല്ലം മുമ്പാണ് ഒരു 3 കാറിനുള്ളിൽ കിടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഒരു ചോപ്പ് കാർ, അത് ഇന്നാലും പോയി കഞ്ചാവ് കേസും അവിനി കേസും പെണ്ണിൻ്റെ കേസും. അവിടെ പെണ്ണിന് 6 വയസ്സായി പെൺകുട്ടിയാണ് കാട്ടിലുള്ള പേര്. എൻ്റെ കുട്ടി ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയുള്ള കുട്ടികളെ കൊണ്ടുപോയി കാട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ചെയ്യുക. ഈ പെണ്ണും പറയാടക്കും. ഈ പെണ്ണ് പറയാം, പാപ്പത്ത് പറയാം, പെണ്ണുങ്ങൾ പോകാൻ ഞാൻ പോകാൻ പറയും. ഈ അമ്മ അങ്ങനെ കാശിൻ്റെ ഒക്കെ പാപ്പത്തിയത് പ്രഭുവാത ചെത്തിയിലും ചെത്തിയവൻ. പെണ്ണുങ്ങളെ വിറ്റ് കാശിണ്ടാക്കിയിട്ട് അവൻ വലിയൊരു ആണാണ്. പോലീസുകാർ സാറുമാർ പിടിക്കില്ല സാറേ. എന്താ പറയുക, പൈസ ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ട്. അവൻ വന്നത് ഞാനാണ് പശുവിനെ കൊണ്ടിരിക്കുക. ജീപ്പ് അപ്പുറത്ത് നിൽക്കുക. അതാ ജീപ്പ് നിൽക്കണം. അതൊക്കെ ചെറുതായി പോകും. പാപ്പത്ത് പറയാം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.